ഈ ഞാൻ എവിടെയൊക്കെ പോകുന്നു എന്ന് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രഹസ്യമായി നിരീക്ഷിക്കുന്നത്. പരസ്പരം ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിന്റെയും ഇതേപോലെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അകന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിൽ പാട്ടുകൾ, കലാപ്രവർത്തനങ്ങൾ, വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. 10-30 വർഷം മുമ്പ് ചില പാട്ടുകൾക്ക് എനിക്കൊന്ന് ഇപ്പോഴാണ് ഇറങ്ങിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിൽ വേഗം നിസ്കാര പായാവിരിക്ക്, പടപ്പ് പടപ്പോട് തിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ പാട്ട് ഇറങ്ങേണ്ടത്. 30 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടാണ്. മതങ്ങളെല്ലാം മധുര സൂക്തം, അവയിലില്ല കലഹവാക്യം, സകല സ്നേഹ സൗഹൃദങ്ങൾ മനുഷ്യവൃത്തിയിൽ ഉണർത്തും വാക്യം. കലഹം എന്തിന്, കൊലവിളികൾ എന്തിന്, അമ്പലങ്ങൾ മനസ്സിലാദ്യം പണിയു, ശാന്തി വിളക്ക് തൂക്കൂ, സ്നേഹത്തിന്റെ മുസല്ലയൊന്ന് കൽവിൻ പള്ളിയിൽ നിവർത്തി വയ്ക്കൂ. കലഹം എന്തിന്, കൊലവിളികൾ എന്തിന്, പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ്, ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്. ഒരു വനത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ പല ഭാഷകളും മൊഴിഞ്ഞു വാഴുന്നു. ഇങ്ങനെ സന്ദേശങ്ങളുള്ള ഈ പഴയ പാട്ട് പാടാമെന്നാണ്. പുതിയ കാലഘട്ടത്തിൽ കവികൾ ഇത്തരം പാട്ടുകൾ എഴുതണം. കുട്ടികളൊക്കെ ഇത്രയും പാട്ടുകൾ ഉണ്ടെന്ന് തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കൊച്ചുകുട്ടി ആകാശത്ത് അമ്പിളിയമ്മാനോട് ചോദിക്കുകയാണ്, നിങ്ങൾ കേട്ട പാട്ട് തന്നെയാണ്, ഈ ഭൂമിയിലെ പോലെ സംഘർഷഭരിതമാണോ നിന്റെ നാട്? നിഷ്കളങ്കയായ ഈ കുട്ടി പണ്ട് നിങ്ങൾ കേട്ടൊരു പാട്ടില്ലേ, അമ്പലവീതിയിൽ അംഗം നടത്തുവാൻ അമ്പലമുണ്ടോ പള്ളിയുണ്ടോ, പള്ളിക്കുളത്തിലും ക്ഷേത്രക്കുളത്തിലും വെള്ളം കലക്കിയതാരാണ്, കമ്പിളിക്കാറിൽ ചുരുണ്ടെന്നെ നോക്കുന്നൊരമ്പിളി മാമാ ചൊല്ലൂലെ, നിന്നോടെ നാട്ടിൽ മതങ്ങളുണ്ടോ പൊന്നെ, മണ്ണിലെ പോലെ ജാതിയുണ്ടോ, ജാതി നോക്കാതാളെ പാരി കുളിപ്പിച്ച് നീതി നടത്തുന്നൊരമ്മാവാ, ചെണ്ടയടിക്കാരും ബാങ്ക് വിളിക്കാരും ഷണ്ടയ്ക്കൊരുങ്ങി വരാറുണ്ടോ, ചെണ്ടയടിക്കാരും ബാങ്ക് വിളിക്കാരും ഷണ്ടയ്ക്കൊരുങ്ങി വരാറുണ്ടോ, കണ്ണിൽ കുളിർമ പകരുവാൻ ഞങ്ങൾക്ക് കണ്ണാടി കാട്ടുമെന്നമ്മാവാ, നമ്മളെ കാണുന്ന കണ്ണാടി നമ്മൾക്ക് കിട്ടുന്നതെന്നാണ്, നമ്മളെ കാണുന്ന കണ്ണാടി നമ്മൾക്ക് കിട്ടുന്നതെന്നാണ്. നമ്മളെ കുട്ടികളെ കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിപ്പിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ അരമണിക്കൂറിലധികം ഒരു പരിപാടി നിങ്ങളെ സഹിക്കുക എന്ന് എനിക്കറിയാം. 20 മിനിറ്റ് പരിപാടി, 10 മിനിറ്റ് പരസ്യമാണ്. ഏതാണ്ട് ആ സമയമൊക്കെ കഴിഞ്ഞു. എന്നോട് 15 മിനിറ്റ് സംസാരിക്കാൻ ഇവിടെ പറഞ്ഞു. അങ്ങനെ നീണ്ടു പറഞ്ഞു. ക്ഷമിക്കുക. എന്നെ സഹിച്ചതിന് നന്ദി. എന്റെ പാട്ടൊക്കെ സഹിക്കാൻ നന്ദി. ഞാൻ ഈ പാട്ട് പാടുന്ന ആളൊന്നുമാണ്. പാട്ടിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളാണ്. അഭിപ്രായം പറയുന്നത് പോലെ എളുപ്പമല്ല പാട്ട് പാടലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ പണി പോകാത്തത്. പാട്ട് പാടൽ വളരെ സാഹസികമായ ദൈവം നൽകിയ കരിഞ്ഞെടുക്കുന്ന ചില ആളുകൾ കിട്ടുന്ന അപൂർവമായ സിദ്ധിയാണ്. ഞാൻ അഭിപ്രായം പറയുന്ന ആളാണ്. എനിക്കും അങ്ങനെ പാടിയതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ സഹിച്ചു. നിങ്ങളെ ക്ഷമയിലവരാണ് എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ വന്നതിന്, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട്, ക്ഷണിച്ചത് നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളെ കുട്ടികളുടെ കലാപരിപാടിക്ക് വേണ്ടി പിന്നെ ഞാൻ പറയാം, ഈ ആ പരിപാടിയുടെ മുമ്പ് ഇത്രയും നേരം ക്ഷമയോടെ കേട്ടതിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമാപിക്കുകയാണ്.